Sala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും നമ്മുടെ അടിപൊളി ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ദാ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ അടിപൊളിയായിട്ട് നല്ലൊരു വർഷം തന്നെ എന്റെ എല്ലാ മക്കൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് മിസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. മിസ് ഏത് ചാപ്റ്റർ ആണെന്ന് ഡിസ്കസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി എ വണ്ടർ, മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ രക്തപരിയം, വിസർജനം, നാടിയ ഏകോപനം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് അല്ലെ. സോ ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിച്ചിരിക്കാം. റെഡി? യെസ്, നമുക്ക് നോക്കാം എന്താണ് ടോപ്പിക്, എങ്ങനെയാണ് നോക്കാം. സോ നമുക്ക് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു കാര്യം തന്നെയാണ് അല്ലെ. കാരണം നമ്മുടെ ബോഡി ഫുള്ള് ഒരു വണ്ടറാണ്, ഒരുപാട് ഫംഗ്ഷനുകളാണ് നമ്മുടെ ബോഡിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ആരാ, ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്നവരുണ്ടോ? മിസ്സിനെ പോലെ വീഴുന്നവരുണ്ടോ? ഇല്ലാതിരിക്കട്ടെ. അപ്പൊ ബ്ലഡ് എന്ന് പറയുന്ന, രക്തം എന്ന് പറയുന്ന ആള് അല്ലെ, നമ്മുടെ തല മുതൽ കാല് വരെ ഓടി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്കൊരു കുഞ്ഞു മുറി വന്നാൽ തന്നെ എന്ത് ചെയ്യും, ബ്ലഡ് നന്നായിട്ട് തൊടുതൊടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒഴുകിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് മഞ്ഞ കളർ വന്നില്ല, പച്ച കളർ വന്നില്ല? എന്തുകൊണ്ടാണ് റെഡ് കളർ വന്നടാ? അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ തന്നെയുണ്ട് അല്ലെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ ബ്ലഡിന് റെഡ് കളർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്ലഡിനകത്ത് ആരോ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണുള്ളത്? ആരാണ് നിറം കൊടുക്കുന്ന ആളെന്ന് പറയുന്നത്? ആരാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് കോൾഡ് ഹീമോഗ്ലോബിൻ അല്ലെ. മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറമാണല്ലോ. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണ വസ്തുവാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റീസൺ ആയിട്ട് വരുന്നത് ഇല്ലടാ. ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിക്കകത്ത് ഈ പറയുന്ന പോലെ ബ്ലഡിനകത്ത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല റെഡ് കളർ ആയിട്ട് കാണുന്നത്. അതില് ഇരുമ്പിന്റെ അംശവും അതേപോലെ പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഇത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? അയേൺ ഉണ്ട്, അതേപോലെ പ്രോട്ടീനും ഉണ്ട് അല്ലെ. ഇറ്റ് ഇസ് എ കോമ്പൗണ്ട് ഓഫ് അയേൺ ആൻഡ് പ്രോട്ടീൻ. ആൻഡ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലെ. നമ്മുടെ ബോഡിക്കകത്ത് നമുക്കറിയാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഓടി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, അവരിങ്ങനെ പോവാൻ വേണ്ടിയിട്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിൻ പ്ലേസ് എ പാർട്ട് ഓഫ് carrying oxygen and carbon dioxide in our body. ബോഡിയിലോട്ട് അത് എത്തിക്കാൻ വേണ്ടിയിട്ടും അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കാം. സോ ഈ ബ്ലഡ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് ഫുഡൊക്കെയാണ് കഴിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടാവും, നല്ല ഫുഡ് കഴിക്കണം, കാരണം നിങ്ങൾ വളർന്നു വരുന്ന പ്രായമാണ്, നിങ്ങൾക്ക് നല്ല ബ്ലഡ് വരണം അല്ലേ. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരോ സാധനങ്ങൾ, അതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, പക്ഷെ ഏത് രക്താണ്, അരുണ രക്താണ്, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ RBC WBC പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോവാണ് അല്ലെ. ഒരുപാട് കമ്പോണൻസ് ഉണ്ട് നമ്മുടെ ബ്ലഡിൽ എന്നറിയാം. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറയെ കൂടെ ചെയ്താൽ തന്നെ പ്രശ്നമാണ് അല്ലേ. അത് കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് തന്നെ പോകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആളാണ്. അതിനകത്ത് ഇരുമ്പും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. സോ റെഡ് കളർ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് പിഗ്മെന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണെന്ന് എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് എന്താ പറയാ ഈ പറയുന്നത് പോലെ ഗൾഫിലൊക്കെ പോയി വരുന്നവരെ എപ്പോഴും എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വരുന്നത് അല്ലെ. കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് വരിക. നമ്മൾ ഗൾഫിൽ നിന്ന് വന്നവരെ പെട്ടി തുറക്കുന്നതിന് ഭയങ്കര ഒരു പ്രതിഭാസമാണ്. നമ്മളിത് നോക്കിയിരിക്കും, എന്താ കൊണ്ടെന്നേ നോക്കിയിരിക്കും അല്ലെ. അപ്പൊ സലിംകുമാർ ഇങ്ങനെ ഇതേപോലെ ദുബായിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അല്ലെ. അപ്പൊ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ പെട്ടി തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മളെ മെയിനായിട്ട് കാണുന്ന ഒരാള്, ഡേറ്റ്സ് നമ്മൾ നോക്കും, ഈത്തപ്പഴം നമ്മൾ നോക്കും അല്ലെ. ഈത്തപ്പഴം എന്നാണ് എന്താ പറയാന്ന് അറിയില്ല, മിസ് ഈത്തപ്പഴം എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഡേറ്റ്സ് നമ്മൾ നന്നായിട്ട് കഴിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്, ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പറയാറുള്ളത്? ഇതേപോലെ നല്ല ബ്ലഡ് നമ്മുടെ ബോഡിക്കകത്ത് വരണം എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ എഗ്ഗ് കഴിക്കാം, മുട്ട കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഏറ്റവും കൂടുതൽ പിന്നെ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇലക്കറി. മിസ്സിന് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. മുരിങ്ങയില, ചീരയില, മത്തൻ ഇതൊക്കെ ഇല്ലടാ, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട സാധനങ്ങളാണ്. എൻ്റെ അമ്മ ഇപ്രാവശ്യം മിസ്സിന് എന്താ പറയാ വീട്ടിലിരിക്കേണ്ട വന്ന സമയത്ത് അമ്മ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എന്നോട് മത്തനില കഴിപ്പിച്ചിട്ടുണ്ട്. കാരണം അതെന്താണ്, നല്ലതാണ് നമ്മുടെ ബോഡിക്ക് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ മുരിങ്ങയിലയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്കറികൾ നമ്മൾ നന്നായിട്ട് കഴിക്കണം. എഗ്ഗ്, കോഴിമുട്ട
കഴിക്കണം, ഈത്തപ്പഴം, ഡേറ്റ്സ് കഴിക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കഴിക്കണ്ട, ലാർജ് എമൗണ്ട് അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എത്ര എമൗണ്ട് വേണം ആ രീതിയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ? അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇല്ലേ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. നമ്മളിതാ വലിച്ചു കയറ്റുന്ന എന്താടാ? ഓക്സിജൻ. പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? അപ്പൊ നമ്മൾ ശ്വാസകോശത്തിലോട്ട് എത്തുന്ന ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ ഇവിടെ എത്തിക്കണം. നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ ശ്വാസകോശത്തേക്ക് ഇത് എത്തിക്കണ്ടേ? അത് എത്തിക്കണം. പിന്നെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യണം? എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തിക്കണം, ശ്വാസകോശത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്യണം അല്ലെ? അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടാ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ പ്ലേസ് an important role in carrying oxygen from the lungs to the cell and carbon dioxide from the cell to the lungs ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ. പഠിച്ചില്ലേ? സെറ്റ് ആയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇതേപോലെ ആയിരിക്കും. ഏതാണ് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഹീമോഗ്ലോബിൻ എഴുതാം. ആൻഡ് അതിന്റെ ധർമ്മം നിങ്ങളോട് ചോദിക്കാം, ഫംഗ്ഷൻ ചോദിക്കും. എന്റെ മക്കൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഇതേപോലെ ഓക്സിജൻ സംവഹനത്തിനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനത്തിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള കേസും എന്റെ മക്കള് എഴുതി കൊടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കേസ് നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. ബ്ലഡിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കും, അത് നന്നായിട്ട് ശ്രദ്ധിച്ചു തന്നെ പഠിക്കുക. ഇനി കമ്പോണൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വഴിയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മക്കളെ. അതുവരേക്കും ബൈ ബൈ. സീ മക്കളെ.